ഹായ് ഹലോ. തിയേറ്റർ റിലീസിന് ശേഷം ഇപ്പോൾ ആമസോൺ പ്രൈമിൽ വന്നിട്ടുള്ള വിജയകാരൻ എന്ന തമിഴ് പടത്തിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. സതീഷാണ് ഈ പടത്തിലെ നായകൻ, ഡയറക്ടഡ് ബൈ വെങ്കി. ഈ പടത്തിൽ നമ്മുടെ ഹീറോ ഒരു മജീഷ്യനാണ്. ഈ പടത്തിൽ തന്നെ പറയുന്ന പോലെ മാജിക് ഈസ് ചീറ്റിംഗ് എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. നമ്മൾ കാശ് കൊടുത്ത് പറ്റിക്കപ്പെടുന്നത് ഒരു മാജിക്കിലാണ്, അല്ലെങ്കിൽ ഒരു മാജിക്ക് കാണുമ്പോഴാണ് എന്നാണ് ഈ പടത്തിൽ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ കാശ് കൊടുത്ത് പറ്റിക്കപ്പെട്ട ഒരു അവസ്ഥ തന്നെയായിരുന്നു. വളരെ മോശം പടം. ആകെ ഒരു സമാധാനം, ഇത് തിയേറ്ററിൽ കണ്ട സമയം കളഞ്ഞില്ലല്ലോ, OTT-യിൽ കണ്ടതാണല്ലോ എന്നത് മാത്രം. ക്രൈം ത്രില്ലർ എന്നൊക്കെയാണ് ഇവർ ഇതിനെ പറയുന്നത്. എനിക്കറിയത്തില്ല ഇതിൻ്റെ അകത്ത് എവിടെ ത്രില്ലർ. ഭയങ്കര ലാഗ്, ഭയങ്കര മടിപ്പിച്ചു പോകുന്ന ഒരു പടമായിരുന്നു ഇത്. മൊത്തത്തിൽ ടോട്ടലി സതീഷിനെ കൊണ്ട് ക്യാരി ചെയ്യാൻ പറ്റാത്ത ഒരു ക്യാരക്ടറായി പോയി. വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു പടമാണ്. അപ്പം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരാൾ വേണം ആക്ച്വലി ഇങ്ങനത്തെ പടങ്ങൾ ചെയ്യാൻ. പുള്ളിയെ കൊണ്ട് അത് പറ്റുന്നില്ല. ആക്ച്വലി നായകൻ എന്നുള്ളൊരു രീതിയിലോട്ട് വന്നിട്ട് സതീഷ് എന്നുള്ള ഒരു ആക്ടറിന് അത് ക്യാരി ചെയ്യാൻ പറ്റുന്നില്ല. പുള്ളി ഒരു കോമഡി റോളും കാര്യങ്ങളും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു ആളാണ് തമിഴില്. അപ്പൊ പുള്ളിയെ കൊണ്ട് ഇത് ഒട്ടും തന്നെ പറ്റുന്നില്ല. ഒട്ടും തന്നെ പുള്ളിക്ക് അത് കൺവിൻസിംഗ് ആയിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റുന്നില്ല. സിമ്രാൻ ഗുപ്തയാണ് നായിക. നായിക ഉണ്ട്, ആദ്യം തൊട്ട് അവസാനം വരെ ഉണ്ട്. ഇടയ്ക്ക് വന്നും പോയി നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. നായികക്ക് ഇൻട്രോയിൽ കൊടുക്കുന്ന ബിൽഡപ്പ് തന്നെ വളരെ ഭീകരമായിട്ടുള്ള ഒരു ബിൽഡപ്പാണ് അവർ കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ആക്ച്വലി ആ ബിൽഡപ്പിലൊക്കെ നമുക്ക് തോന്നും ആള് ഒരു പോലീസ് ഓഫീസറോ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഏജന്റോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അങ്ങനെ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. പിന്നെ അതൊരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് എന്നുള്ള രീതിയിൽ അങ്ങനെ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കേണ്ട കാര്യം എന്നായിരുന്നെന്ന് പോലും തോന്നിപ്പോയി. ഇതിൻ്റെ അകത്ത് ആക്ച്വലി 3 വില്ലന്മാരുണ്ട്. ഗാങ്സ്റ്റേഴ്സ് പോലെ ഗോൾഡും ഡയമണ്ട്സും അങ്ങനത്തെ സ്മഗ്ലിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നിൽക്കുന്ന 3 പേരാണ്. ഇത്രയും മണ്ടന്മാരായിട്ടുള്ള ആൾക്കാരെ, അവരുടെ കൂടെയുള്ളവരും മണ്ടന്മാര്, എല്ലാ ഗുണ്ടകളും മണ്ടന്മാര്, കൂടെയുള്ളവര് പറയുന്നത് അതേപടി കേട്ട് വിശ്വസിച്ച് ആ രീതിയിൽ ഫോളോ ചെയ്യുന്ന ഗാങ്സ്റ്റേഴ്സിനെയൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതൊരു ഡാർക്ക് കോമഡിയാണ് അവർ ഉദ്ദേശിച്ചെങ്കിലും ആ കോമഡി ഒന്നും ആക്ച്വലി വർക്ക്ഔട്ട് ആയിട്ടില്ല. ഇതിൻ്റെ അകത്ത് കുറെ കോമഡി അവർ കുത്തി നിറയ്ക്കാൻ നോക്കുന്നുണ്ട്, പക്ഷെ അതൊന്നും വർക്കായിട്ടില്ല. ഭയങ്കര മടുപ്പായിരുന്നു. ആക്ച്വലി നമുക്ക് ഉറക്കം വരും. കുറച്ച് കഴിയുമ്പോൾ സെക്കൻഡ് ഹാഫ് തുടങ്ങി കഴിഞ്ഞിട്ട് എനിക്ക് ഉറക്കം വന്നായിരുന്നു. ഞാൻ കുറച്ചു നേരമൊക്കെ ഉറങ്ങിപ്പോയായിരുന്നു. ഒന്നുമില്ല, ഒട്ടും തന്നെ എൻഗേജിങ് ആക്കാതെ കൊണ്ടുപോകുന്ന ഒരു പടം. ഒട്ടും തന്നെ നമ്മളെ ഇംപ്രസ് ചെയ്യാതെ, ഒരു പോയിന്റിൽ പോലും നമ്മളെ ഒന്ന് പിടിച്ചിരുന്നില്ലേ ഈ പടം. പ്രൊഡക്ഷൻ സൈഡിലോട്ട് നോക്കുവാണെങ്കിലും ആക്ച്വലി മ്യൂസിക് ഒന്നും എനിക്ക് അത്ര ഇംപ്രസീവ് ആയിട്ട് തോന്നിയില്ല. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും പിന്നെ 2 പാട്ടുകളുണ്ട്, അതിലും വലിയ കാര്യമൊന്നുമില്ലായിരുന്നു. ഒരു ഇൻട്രോ സോങ് തന്നെയുണ്ട് നായകന്റെ. അതായത് പണ്ട് തൊട്ട് തമിഴ് പടങ്ങളിലും എല്ലാം കണ്ടു വന്നുകൊണ്ടിരുന്ന ഒരു ക്ലീശ പാറ്റ്. സിനിമാറ്റോഗ്രാഫി ഓക്കെ എന്നേ ഉള്ളൂ. അതായത് നൈറ്റ് ഷോട്ട്സും കാര്യങ്ങളും ഒക്കെ കുറെ ഉണ്ട്. അപ്പൊ അതെല്ലാം കുറച്ചും കൂടെ ഡീസെന്റ് ആയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ടെന്നുള്ളതല്ലാതെ അതിൽ മേളിൽ ലിഫ്റ്റ് ചെയ്യാനും മാത്രം ഒന്നും ഇല്ല അതിലും. പിന്നെ ഒരു കണക്ഷൻ ഇല്ല അതിന്. ആക്ച്വലി ഫസ്റ്റ് ഹാഫിൽ ആക്ച്വലി ഇവരെ കുറച്ച് മിക്സ് ചെയ്ത് കാണിക്കാൻ നോക്കുന്നുണ്ട്. പല സിറ്റുവേഷൻസ്, പല സീക്വൻസസ് മിക്സ് ചെയ്ത് കാണിക്കാൻ നോക്കുന്നുണ്ട്. അതൊന്നും ആ ഒരു കണക്ഷൻ ഇല്ലാണ്ടായിപ്പോയി. അതായത് നമ്മൾക്ക് തന്നെ കുറച്ച് കഴിയുമ്പോൾ കൺഫ്യൂസ്ഡ് ആവും, എന്താണ് ഈ കാണിക്കുന്നത്. കുറെ അവിടെ നിന്ന് ഇവിടുന്ന് പെറുക്കി വെച്ച ഒരു ഫീൽ ആയിരുന്നു. ഈ പടത്തിൽ മുഴുവൻ കാട്ടിക്കൂട്ടുന്നതിന്റെ ഒരു മോട്ടീവ് എന്തായിരുന്നു നായകൻ ഉദ്ദേശിച്ചെന്നുള്ളത് ക്ലൈമാക്സിൽ കാണിക്കുന്നുണ്ട്. ക്ലൈമാക്സ് ട്വിസ്റ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ അതുവരെ നമുക്ക് ആ പടം കണ്ടുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അതുവരെ ആ പടം കണ്ടുകൊണ്ടിരുന്നാലേ നമുക്ക് ക്ലൈമാക്സ് കാണാൻ പറ്റത്തുള്ളൂ. അത്രയും സമയം കളഞ്ഞ് കണ്ടുകൊണ്ടിരിക്കാനും മാത്രം വെർത്ത ആയിട്ട് എനിക്ക് ഈ പടം തോന്നിയില്ല. അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ തീർത്തും നിരാശപ്പെടുത്തിയ ഒരു അനുഭവം മാത്രമായിരുന്നു ഈ പടം വിജയകാരൻ. നിങ്ങൾ ഈ പടം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്